Hello students, today we will be discussing 10 objective questions from different chapters. So, ഇപ്രാവശ്യം നമ്മൾ 25 ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്യുന്നില്ല. ആസ് എ സ്റ്റാർട്ടിങ് നമ്മൾ 10 ക്വസ്റ്റ്യൻ്റെ ആണ് ചെയ്യുന്നത്. ആൻഡ് ഈ 10 ക്വസ്റ്റ്യൻസും ദാറ്റ് ഈസ് ബീങ് ടേക്കൺ ഫ്രം 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ ആദ്യമേ പറയുന്നില്ല ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് പറയുന്നില്ല. ഓക്കെ, ഗോയിങ് ഫോർവേഡ് നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡേ ബൈ ഡേ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സോ വിൽ മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനി മണി transferred to the unpaid dividend account UDA which remains unpaid for dash from the date of such transfer shall be transferred by the company along with interest accrued if any to the Investor Education and Protection Fund IEPF. So the provision is related to section 124. നമുക്കറിയാം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ within 30 days of declaration which has to be paid or claimed. If it is not paid or claimed in 30 days, that is section 127 ആണ്, which will have to be the amount of dividend which is not paid will have to be transferred to UDA within the next 7 days. Okay, 7 years എവിടെ കിടക്കും, UDAയിൽ കിടക്കും. 7 years ആയിക്കഴിഞ്ഞാൽ it will have to be transferred to Investor Education and Protection Fund which is constituted formed under section 125. So the correct answer will be option C, 7 years. നമുക്കറിയാം IEPFൽ എല്ലാ സംഭവങ്ങളും 7 years ആകുമ്പോൾ IEPFലോട്ട് മാറും. എക്സാമ്പിൾ മെച്യൂർ ഡെപ്പോസിറ്റ്സ്, ദെൻ റിഡംഷൻ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്, ദെൻ ആപ്ലിക്കേഷൻ എമൗണ്ട് ഡ്യൂ ഫോർ റീഫണ്ട്. ഇതൊക്കെ നമ്മൾ 125ൻ്റെ ക്രെഡിറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മൂവിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജനറൽ ഇൻഷുറൻസ് ബിസിനസ് മീൻസ് ഫയർ, മറൈൻ, മിസ്ലേനിയസ് ഇൻഷുറൻസ്. ഏതാണ്? എനി ഓർ ഓൾ ഓഫ് ദീസ്, ബിക്കോസ് എല്ലാം ജനറൽ ഇൻഷുറൻസ് ആണ്. ലൈഫ് അല്ലാത്ത ഇതെല്ലാം ജനറൽ ഇൻഷുറൻസിലാണ് വരുന്നത്. തേർഡ് വൺ, എ പേഴ്സൺ ഹു ഇസ് ബിലോ ദ ഏജ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഇസ് ഡിസ്ക്വാളിഫൈഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ. സി, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് 70ലേക്കൊരു തോന്നലുണ്ടാവാം 70 ആണ് ആൻസർ എന്നുള്ളത്. സി, നമ്മൾ MDയുടെ പ്രൊവിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 196 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 196 സബ്സെക്ഷൻ 3ൽ ഡിസ്ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് പേഴ്സൺ ഹു ഇസ് ബിലോ 21 ഇയേഴ്സ് ആൻഡ് ഹു ഹാസ് അറ്റൈൻഡ് 70 ഇയേഴ്സ്. അത് MD, മാനേജർ, ഹോൾ ടൈം ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഡയറക്ടറാണ്. ഡയറക്ടർക്ക് നമ്മൾ എന്ത് പറയുന്നില്ല, ഏജ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഡിന്ന കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഫ് യു വോണ്ട് ടു അപ്ലൈ ഫോർ ഡിൻ യു ഹാവ് ടു അറ്റൈൻ 18 ഇയേഴ്സ്, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ 18 ആണ് ശരിക്കും ആൻസർ വരുന്നത്. ഇത് MD അല്ല, സാധാരണ ഡയറക്ടറാണല്ലോ. പക്ഷേ 18 എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ അത് നമ്മൾ ഏതായിട്ട് എടുക്കും? നൺ ഓഫ് ദി അബവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഗെറ്റ് അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ ഇൻ ജനറൽ മീറ്റിംഗ് കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് ആൾട്ടർനേറ്റ് അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് നോമിനി. ആൻസർ ഇസ് അഡീഷണൽ ഡയറക്ടർ, സെക്ഷൻ 161 സബ്സെക്ഷൻ 1. ഓക്കെ, അഡീഷണൽ ഡയറക്ടറിനെ നമ്മൾ ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടറാണല്ലോ. അപ്പോൾ ജനറൽ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്ത് നമ്മളൊരാൾ ഇലക്ഷന് നിന്നു, അയാൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടർ. ഓക്കെ, നമ്പർ 5, മിസ്റ്റർ സക്സേന ഇസ് ഡയറക്ടർ ഓഫ് സുവലക്ഷ്മി ലിമിറ്റഡ് വിച്ച് ഫെയിൽഡ് ടു ഫയൽ ഇറ്റ്സ് ആനുവൽ റിട്ടേൺ ഫ്രം ഫൈനാൻഷ്യൽ ഇയർ 15-16 എന്ന് പറഞ്ഞാൽ നമ്മുടെ 164 സബ്സെക്ഷൻ 2 ആണ് പറയുന്നത്. ഓക്കെ, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് കമ്പനി. അപ്പോൾ കമ്പനിയുടെ ഡിഫോൾട്ട് കൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ഒന്നെങ്കിൽ ആനുവൽ റിട്ടേൺ ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ബീങ് ഫയൽഡ് ഫോർ 3 ഫൈനാൻഷ്യൽ ഇയേഴ്സ്, കോൺസിക്യൂട്ടീവ് ഫൈനാൻഷ്യൽ ഇയേഴ്സ്. 15-16 മുതൽ ഡിഫോൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എത്ര ഇയേഴ്സിലേക്കാണ്? 5 ഇയേഴ്സിലേക്കാണ് അവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ദെൻ എവറി ബാങ്കിങ് കമ്പനി ഷാൽ ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട് എ സം ഈക്വലൻ ടു നോട്ട് ലെസ് ദാൻ. ഇവിടെ നമ്മൾ എത്രയാണ്? സി, 2 കാര്യങ്ങളുണ്ട്. സെക്ഷൻ 17 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറയുന്നുണ്ട് 20% ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷേ RBI സർക്കുലർ പറയുന്നുണ്ട് എവറി ബാങ്ക് ഹാസ് ടു ട്രാൻസ്ഫർ മിനിമം 25. ഇറ്റ് ഹാസ് റിക്വസ്റ്റഡ് ദ ബാങ്ക്സ് ടു ട്രാൻസ്ഫർ 25. അപ്പോൾ 20 ആണ് ആക്ച്വലായിട്ട് നമ്മൾ സെക്ഷൻ 17 പ്രകാരം പറയുന്നത്. ഓക്കെ, ദെൻ എ പേഴ്സൺ ക്യാൻ ബി ഡയറക്ടർ ഇൻ 20 കമ്പനീസ്. 20 കമ്പനീസ് നമ്മൾ എടുക്കുമ്പോൾ ഏതൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും? ഡോർമെൻറ്റും എക്സ്ക്ലൂഡ് ചെയ്യും, സെക്ഷൻ 8ഉം എക്സ്ക്ലൂഡ് ചെയ്യും. സോ ദ ആൻസർ വിൽ ബി ബോത്ത് A and B. ഓക്കെ, 10 എടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? സെക്ഷൻ 8നെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്.
A company shall not declare any dividend on dash if it has failed to comply the provisions of section 73. 73 is related to acceptance of deposit. 74 is repayment of deposit which is accepted before the commencement of Companies Act 2013. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെക്ഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് കമ്പനി ഹാസ് ഡിഫോൾട്ടഡ് ദേ ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡിക്ലയറിങ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ആണ്. നമ്മളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസിൻ്റെ പുറത്താണ് ആ പ്രൊഹിബിഷൻ വരുന്നത്. ഓക്കെ, in case of an insurer carrying on the business of life insurance or general insurance, the minimum paid up equity capital which is section 6 of Insurance Act, അവിടെ നമ്മൾ എത്ര പറയുന്നത് 100 CR ആണ്. ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലോ ദാറ്റ് മീൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്ക്ലൂസീവ്ലി ആണെങ്കിലോ 100 CR ആണ്. റീ ഇൻഷുറൻസിന് മാത്രമാണ് നമ്മൾ 200 CR പറയുന്നത്. അപ്പോഴും ആ സെക്ഷൻ 6 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൈൽ കമ്പ്യൂട്ടിംഗ് ദ മിനിമം പെയ്ഡ് അപ്പ് റിക്വയർമെൻറ്റ് യു വിൽ ബി ഡിഡക്റ്റിംഗ് പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസ് മൈനസ് ചെയ്ത് നമുക്ക് ആ 100 CR 200 CR ഉണ്ടാവണം എന്നുള്ളതാണ് പ്രൊവിഷൻ. ഓക്കെ, ദ ബോർഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു അപ്പോയിൻറ്റ് ആൻ ആൾട്ടർനേറ്റ് ഡയറക്ടർ ഇൻ പ്ലേസ് ഓഫ് ഒറിജിനൽ ഡയറക്ടർ. ഓക്കെ, ഡ്യൂറിങ് ദ ആബ്സെൻസ് ഓഫ് ഒറിജിനൽ ഡയറക്ടർ ഫ്രം ഡാഷ്. നമ്മളെന്താണ് ഈ ആൾട്ടർനേറ്റ് ഡയറക്ടറിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് വെൻ ദ ഒറിജിനൽ ഡയറക്ടർ ലീവ്സ് ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 3 months or more ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആണ് 3 months ആണ് അല്ലേ. സോ ദ ഓപ്ഷൻ വിൽ ബി ആൻസർ വിൽ ബി ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ കവർ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് കവർ ചെയ്തിട്ടുണ്ട്, ഡയറക്ടേഴ്സിൻ്റെ ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് കവർ ചെയ്തിട്ടുണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സെഷൻ മുതൽ നമുക്ക് കൂടുതൽ ചാപ്റ്റേഴ്സിലുള്ള കണ്ടൻറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ 25 ക്വസ്റ്റ്യൻസോ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഓരോ സെഷൻസായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, യെസ്, താങ്ക് യു.